നമസ്കാരം. ഇന്ന് നമ്മൾ ആഖ്യാനരചന, അതായത് നാരേറ്റീവ് കോമ്പോസിഷൻ, അതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ നോക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ പഠന സഹായി, അതിനെ അടിസ്ഥാനമാക്കി എങ്ങനെ നല്ല കഥകളും വിവരണങ്ങളുമൊക്കെ എഴുതാമെന്ന് നമുക്ക് നോക്കാമല്ലേ? തീർച്ചയായും. പ്രധാനമായിട്ടും നല്ല ആശയങ്ങൾ എവിടെ കിട്ടും, വിഷയം എങ്ങനെ തിരഞ്ഞെടുക്കുക, പിന്നെ അതെങ്ങനെ ഒരു രീതിയിൽ അവതരിപ്പിക്കാം, വിവരങ്ങൾ എവിടുന്ന് കിട്ടും, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. ഓർക്കേണ്ട കാര്യം, എഴുത്തും ഒരു കഴിവാണ്. പാട്ടുപാടുന്ന പോലെയോ ക്രിക്കറ്റ് കളിക്കുന്ന പോലെയോ പ്രാക്ടീസ് വേണം. അതെ അതെ. എഴുത്ത് എന്ന് പറഞ്ഞാൽ കുറേ വാക്കുകൾ അറിയുക, വ്യാകരണം പഠിക്കുക എന്നതിനപ്പുറം നമ്മുടെ ചിന്തകൾ, പിന്നെ അനുഭവങ്ങൾ, അതൊക്കെ വ്യക്തമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവാണ്. അതിന് ഈ പറയുന്ന സാക്ഷരതാപരമായ കഴിവുകൾ, ലിറ്ററസി സ്കിൽസ്, അതുപോലെ ഭാവന അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള കഴിവ്, എക്സ്പ്രസീവ് സ്കിൽസ്, രണ്ടും വേണം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നീന്തൽ പഠിക്കാൻ വെള്ളത്തിലിറങ്ങണമല്ലോ, അതുപോലെ എഴുതാൻ പഠിക്കാൻ എഴുതുക തന്നെ വേണം, വേറെ വഴിയില്ല. അതെ. അപ്പോ ഈ ആശയങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ഈ കുറിപ്പുകളിൽ പറയുന്ന പോലെ നമ്മുടെ ഓർമ്മകൾ തന്നെ ഒരു വലിയ ഉറവിടമാണ്. സന്തോഷിച്ച ദിവസങ്ങൾ, അല്ലെങ്കിൽ വേദനിപ്പിച്ച കാര്യങ്ങൾ, മനസ്സിൽ തങ്ങി നിൽക്കുന്ന മുഖങ്ങൾ, സ്ഥലങ്ങൾ, പിന്നെ നമ്മുടെ കൂട്ടുകാർ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, യാത്രകൾ, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ. ചിലപ്പോൾ വലിയ സംതൃപ്തി തന്നതാവാം, അല്ലെങ്കിൽ നിരാശപ്പെടുത്തിയതാവാം. ശരിയാണ്. എന്തിന്, നമ്മുടെ ഭാവനകൾ പോലും. സ്വപ്നങ്ങൾ, ഏത് രാജ്യത്ത് ജീവിക്കാനിഷ്ടം, ആരെ കാണാൻ ആഗ്രഹം, ഇതൊക്കെ ആശയങ്ങളാണ്. അതെ. നമ്മൾ അനുഭവിച്ചത് അല്ലെങ്കിൽ നിരീക്ഷിച്ചത്, ഭാവനയിൽ കണ്ടത്, ചിന്തിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എഴുതാൻ പറ്റൂ. ശരിയാണ്. ഇവിടെ ഈ കുറിപ്പുകളിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മൾ വ്യക്തിപരമായി അറിഞ്ഞ അല്ലെങ്കിൽ ചിന്തിച്ച, കണ്ട, കേട്ട കാര്യങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു താൽപ്പര്യമുണ്ടാകും, കൂടുതൽ ഫലപ്രദമാകും. ഇനി വിഷയം എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിലേക്ക് വരാമല്ലേ? ആ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഈ പഠനസഹായിൽ പറയുന്നത് പോലെ അതിനൊരു ഏകീകൃത ആശയം, ഒരു സിംഗിൾ തീം ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിൽ കുത്തി നിറയ്ക്കാൻ നോക്കരുത്. അതായത് വളരെ വലുതല്ലാത്ത, എന്നാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റുന്ന ഒന്ന്. അതെ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരാളെക്കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു സംഭവത്തെക്കുറിച്ച്. പക്ഷെ അതിന്റെ ഒരു ഫോക്കസ്, അത് വ്യക്തമായിരിക്കണം. ഈ കുറിപ്പുകളിലെ ഇമ്രാൻഖാന്റെ ആ റിപ്പോർട്ട് പോലെയാണോ? അവിടെ ആ ലേസൺ ഓഫീസറുമായുള്ളൊരു പ്രശ്നം, ക്യാപ്റ്റന്റെ മറുപടി അതിലൊതുങ്ങി നിൽക്കുന്നുണ്ട്. അതെ, കൃത്യമായി. അതൊരു നല്ല ഉദാഹരണമാണ്. ആ സംഭവം മാത്രം. അപ്പോ വിഷയം കിട്ടി. ഇനി അതെങ്ങനെ അവതരിപ്പിക്കണം, അതിനൊരു പ്ലാൻ വേണമെന്ന് ഈ കുറിപ്പുകൾ പറയുന്നുണ്ട്. വെറുതെ എഴുതി തുടങ്ങരുത്. ശരിയാണ്. ഒരു രൂപരേഖ നല്ലതാണ്. എന്തിനാണ് നമ്മൾ എഴുതുന്നത്? ആ ഒരു കേന്ദ്രാശയം, സെൻട്രൽ തീം എന്താണ്? അതിനെ വ്യക്തമാക്കാൻ എന്ത് വിവരങ്ങൾ വേണം? ഉദാഹരണത്തിന്, ഈ കുറിപ്പിൽ പറയുന്ന പോലെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയതിനെപ്പറ്റി എഴുതുവാണെങ്കിൽ യോഗ്യത, ജോലി അന്വേഷിച്ചത്, അപേക്ഷ കൊടുത്തത്, ഇന്റർവ്യൂ, അങ്ങനെ പലതും പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഇന്റർവ്യൂവിലെ അനുഭവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതെ. ഏത് രീതി വേണമെന്നതും തീരുമാനിക്കണം. കുറച്ച് ഇൻഫോർമലായിട്ട് മതിയോ? തമാശയൊക്കെ ചേർക്കാമോ? അതോ വളരെ ഗൗരവത്തിലാണോ എഴുതുന്നത്? പിന്നെ ആർക്കു വേണ്ടിയാണ് എഴുതുന്നതെന്നും ഓർക്കണം. വായനക്കാരെ മനസ്സിൽ വെച്ചിട്ട് വേണം വിവരങ്ങൾ ചേർക്കാൻ. തീർച്ചയായും. ഈ കുറിപ്പുകളിൽ തന്നെ 2 വ്യത്യസ്ത രീതി കാണിക്കുന്നുണ്ടല്ലോ. ആ വിദ്യാർത്ഥിനി അവരുടെ അമ്മായിയെപ്പറ്റി എഴുതിയത്, അതൊരു വ്യക്തിപരമായ വിവരണമാണ്. കുറച്ച് ഭാവനയൊക്കെ ചേർന്നിട്ടുണ്ട്. അത് സബ്ജക്റ്റീവാണ്. മറ്റേത് ഇമ്രാൻഖാന്റെ വാർത്ത, അത് വസ്തുതാപരമാണ്, ഫാക്ച്വൽ. അതെ. അവിടെ റിപ്പോർട്ടർ കാര്യങ്ങൾ അറിയിക്കുകയാണ്. അത് കൂടുതൽ ഒബ്ജക്റ്റീവാണ്. അപ്പോ വിഷയത്തിനും ഉദ്ദേശത്തിനുമനുസരിച്ച് ഈ സമീപനം മാറും. ഇനി വിവരങ്ങൾ കണ്ടെത്തുന്നത്? അതിന് ഏറ്റവും നല്ല വഴി നമ്മുടെ സ്വന്തം അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ്. ഈ കുറിപ്പുകൾ പറയുന്നുണ്ടല്ലോ, നല്ല നിരീക്ഷണ പാഠവും നല്ല എഴുത്തിന് അത്യാവശ്യമാണെന്ന്. ആ പോസ്റ്റ്മാന്റെ ഉദാഹരണം ഓർക്കുന്നു. യൂണിഫോം ഇട്ടതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നത്. അതെ. ജി.കെ. ചെസ്റ്റർട്ടന്റെ ആ കഥാപാത്രം പറയുന്ന പോലെ നമ്മൾ പലപ്പോഴും ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കാറില്ല, വ്യക്തികളെ, സംഭവങ്ങളെ ഒക്കെ ശ്രദ്ധിക്കുന്നത്. അത് എഴുത്തിന് നല്ല മിഴിവ് നൽകും കേട്ടോ. ശരിയാണ്.
അത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവ് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ പുറത്തുനിന്ന് വിവരങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ഉറവിടം കൃത്യമായി പറയാനും ശ്രദ്ധിക്കണം. ആ ഇമ്രാൻഖാന്റെ റിപ്പോർട്ടിലെ ക്യാപ്റ്റനുമായുള്ള അഭിമുഖം അടിസ്ഥാനമാക്കിയാണ് എന്ന് പറയുന്നത് പോലെ. അപ്പോ ഈ ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവുമായ ആഖ്യാനം, സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ്, അതിനെപ്പറ്റി ഒന്നുകൂടി പറഞ്ഞാൽ, ഈ കുറിപ്പിലെ ആ അമ്മായിയുടെ വിവരണം അത് സബ്ജക്റ്റീവാണ്. എന്റെ അമ്മായി തടിച്ചതും ഉയരം കുറഞ്ഞതും ഇരുണ്ട നിറമുള്ളതുമാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ കുട്ടിയുടെ കാഴ്ചപ്പാടാണ്. അതെ, അതിൽ ആ കുട്ടിയുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വരുന്നുണ്ട്. വലിയ കണ്ണുകളും മനോഹരമായ പല്ലുകളുമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ആ കുട്ടിയുടെ ഒരു നിരീക്ഷണവും ഇഷ്ടവുമാണ്. എന്നാൽ മറ്റേത് ഇമ്രാൻഖാന്റെ വാർത്ത, അതൊരു ഫാക്ച്വൽ റിപ്പോർട്ടാണ്, പത്രവാർത്തകളൊക്കെ പോലെ. അവിടെ സംഭവങ്ങൾക്കാണ് പ്രാധാന്യം. റിപ്പോർട്ടർ സ്വന്തം അഭിപ്രായം അധികം കലർത്താതെ വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ പറയണം. അപ്പോൾ ഈ രണ്ട് രീതികളും നമുക്ക് ആവശ്യം വരുമല്ലേ? തീർച്ചയായും. സന്ദർഭത്തിനനുസരിച്ച് മാറ്റം വരും. വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതുമ്പോൾ കുറച്ചുകൂടി സബ്ജക്റ്റീവ് ആകാം. എന്നാൽ പൊതുവായ വിവരങ്ങൾ നൽകുമ്പോൾ വസ്തുനിഷ്ഠത പ്രധാനമാണ്. അപ്പോൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലായത്? ഈ കുറിപ്പുകൾ ഓർമ്മിപ്പിക്കുന്ന പോലെ ഒരു നല്ല ആഖ്യാനം എഴുതാൻ വ്യക്തമായ ചില ഘട്ടങ്ങളുണ്ട്. ആശയം കണ്ടെത്തണം, പിന്നെ അതിൽ നിന്ന് അനുയോജ്യമായ ഒരു വിഷയം തിരഞ്ഞെടുക്കണം, അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്യണം, വിവരങ്ങൾ കണ്ടെത്തണം, പിന്നെ എഴുതണം. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്വന്തം അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഏറ്റവും നല്ല ഒരു അസംസ്കൃത വസ്തുക്കൾ. തീർച്ചയായും. ഓർക്കേണ്ട കാര്യം, എഴുത്ത് എന്നത് തുടർച്ചയായി പരിശീലിക്കേണ്ട ഒന്നാണ്. ഒറ്റ ദിവസം കൊണ്ട് മിടുക്കനാവില്ല. പിന്നെ ആ നിരീക്ഷിക്കാനുള്ള കഴിവ്, അത് ശരിക്കും നമ്മുടെ എഴുത്തിന് ഒരു ജീവൻ കൊടുക്കും. നിങ്ങൾ വ്യക്തിപരമായ അനുഭവമാണോ അതോ വസ്തുതാപരമായ കാര്യങ്ങളാണോ പറയുന്നത് എന്നതിനനുസരിച്ച് സമീപനത്തിലും ഭാഷയിലുമൊക്കെ മാറ്റം വരും. രണ്ടിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. ഇന്ന് നിങ്ങൾ സാധാരണ കാണുന്ന, പക്ഷേ അധികം ശ്രദ്ധിക്കാത്ത ഒരാൾ, ചിലപ്പോൾ വീടിനടുത്തുള്ള ചായക്കടക്കാരനാവാം, അല്ലെങ്കിൽ എന്നും കാണുന്ന ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ആവാം. അവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നല്ല ആശയം. അവരുടെ വേഷം, ഭാവങ്ങൾ, സംസാരം, അവരുടെ ചുറ്റുപാട്, അതിൽ വല്ല കഥയും ഒളിഞ്ഞിരിപ്പുണ്ടോ? നിങ്ങളുടെ ആ നിരീക്ഷണ പാഠവും ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ ഇതൊരു നല്ല അവസരമാണ്. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.